കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പവിത്രം പരമ്പര അവസാനിച്ചു എന്നുള്ള ദുഃഖവാർത്ത പ്രേക്ഷകരെ തേടിയെത്തിയത്. പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനോടകം തന്നെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ടായിരുന്നു. പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളെയും സ്വന്തം വീട്ടിലെ കുടുംബാംഗങ്ങളെ പോലെയായിരുന്നു മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകരെല്ലാവരും കരുതുകയും ചെയ്തിരുന്നത്. വിക്രമിന്റെയും വേദയുടെയും കഥാപാത്രങ്ങൾ കൊണ്ടും പരമ്പരയുടെ വ്യത്യസ്തമായ കഥാഗതിയും മുഹൂർത്തങ്ങളും കൊണ്ടും ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്ന ഈ പരമ്പര തീർത്തും അപ്രതീക്ഷിതമായിട്ട് തന്നെയായിരുന്നു അവസാനിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പരമ്പരയുടെ അണിയറ പ്രവർത്തകർ പവിത്രം പരമ്പര ക്ലൈമാക്സിലേക്ക് എന്ന ദുഃഖവാർത്ത പങ്കുവെച്ചുകൊണ്ട് എത്തിയത്. ഒടുവിൽ ക്ലൈമാക്സ് എപ്പിസോഡും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. പ്രേക്ഷകർക്കൊട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയാത്തതുപോലെയായിരുന്നു പരമ്പരയുടെ ക്ലൈമാക്സ് എപ്പിസോഡ് എന്ന് പറഞ്ഞേ മതിയാകൂ. ഇതിലൊക്കെ തന്നെയും വലിയ ദുഃഖിതരായിരുന്നു പ്രേക്ഷകരെല്ലാവരും. അതേസമയം ഇപ്പോൾ ഇതാ മറ്റൊരു സന്തോഷ വാർത്ത കൂടി പുറത്തു വരികയാണ്. പരമ്പരയുടെ രണ്ടാം ഭാഗം ഈ വരുന്ന മെയ് 18 ഏഷ്യനെറ്റിൽ ആരംഭിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പരമ്പരയുടെ അണിയറ പ്രവർത്തകർ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തുവിടുകയും ചെയ്തത്. പരമ്പരയുടെ രണ്ടാം ഭാഗം ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഏഷ്യനെറ്റിൽ ആരംഭിക്കും. അതേസമയം പ്രേക്ഷകർക്കെല്ലാവർക്കും വലിയ ആഗ്രഹം തന്നെയാണ് പരമ്പരയുടെ രണ്ടാം ഭാഗം കാണാൻ വേണ്ടിയിട്ടും. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപാണ് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗം ഏഷ്യനെറ്റിൽ തന്നെ പുറത്തു വന്നത്. എന്നാൽ സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗവുമായിട്ട് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിന് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. കഥാഗതിയിലോ കഥാപാത്രങ്ങളിലോ ഒരു സാമ്യവും ഉണ്ടായിരുന്നില്ല. ഇത് പ്രേക്ഷകരെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെയാകുമോ ഇനി പവിത്രം പരമ്പരയും എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത്. അതേസമയം ഇതിനുള്ള ഉത്തരം ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. എങ്കിലും പ്രേക്ഷകരെല്ലാവരും ഇതേക്കുറിച്ച് തന്നെ തിരക്കുകയാണ്. മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പവിത്രം. പരമ്പര ആരംഭിച്ചിട്ട് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ. എങ്കിലും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളെയും മലയാളികൾ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായ കഥാഗതി തന്നെയാണ് പരമ്പരയ്ക്ക് ഇത്രമാത്രം ആരാധകരുണ്ടാകാനുണ്ടായ പ്രധാന കാരണവും. എന്നാൽ പെട്ടെന്നായിരുന്നു പരമ്പര ക്ലൈമാക്സിലേക്ക് എന്നുള്ള വാർത്ത പ്രേക്ഷകരെ തേടിയെത്തിയത്. നടൻ ശ്രീകാന്ത് ശശികുമാർ ആയിരുന്നു വിക്രം എന്ന നായകന്റെ കഥാപാത്രത്തെ പരമ്പരയിൽ അവതരിപ്പിച്ചത്. നടി സുരഭി സന്തോഷ് ആയിരുന്നു വേദ എന്ന നായികയായിട്ടും എത്തിയത്. ഇരുവരുടെയും കോംബോ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ഇനിയും കഥ മുന്നോട്ട് ഒരുപാട് കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ പരമ്പര തീർത്തും അപ്രതീക്ഷിതമായി തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ പരമ്പരയുടെ രണ്ടാം ഭാഗം ഈ വരുന്ന മെയ് 18 ആരംഭിക്കുകയും ചെയ്യും.